ഹലോ, വെൽക്കം ടു ലൈഫ് ടൈം ജെംസ്. അപ്പം ഇന്ന് നമ്മളൊരു മോമോസ് പരീക്ഷിച്ച് നോക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങളെ ആയിട്ട് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് നമുക്ക് ചിക്കൻ, എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് കുറച്ച് മഞ്ഞളും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അതൊരു അരമണിക്കൂറോളം അങ്ങനെ നിൽക്കട്ടെ കേട്ടോ. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്കിതിനെടുത്തിട്ട് കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. സ്വല്പം അധികം വെള്ളം ഒഴിക്കണ്ട കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയ ശേഷം ഇതിനൊരു മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമുക്കിതിൻ്റെ ഈ മസാല തയ്യാറാക്കാൻ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം, കുറച്ച് ക്യാരറ്റ്, പിന്നെ നമ്മൾ ഈ ചിക്കൻ ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് സോയാ സോസ്, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്റർ ഉള്ളിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്, മാമോസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാബേജൊക്കെ അരിഞ്ഞിടാം കേട്ടോ. പച്ചക്കറികളും കുട്ടികളെ വയറിലെത്തിക്കോളും. അത് നല്ലോണം അതിൻ്റെ ശേഷം കുറച്ച് മുളക് പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് മൈദ വെച്ചിട്ട് നമുക്കൊരു ചപ്പാത്തി പോലെ പരത്തിയെടുക്കണം. അപ്പോൾ അത് നമുക്ക് മൈദ കുഴച്ചെടുക്കാം കേട്ടോ. മൈദ സ്വല്പം വെള്ളവും ഉപ്പും ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക. കാരണം അധികം വെള്ളമായാലും നമുക്ക് പരത്തിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. മൈദ പൊതുവേ പരത്താൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുഴച്ചതിൻ്റെ ശേഷം കുറച്ച് ഓയിലും കൂടി തടവിയിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് നമുക്കതൊന്ന് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. നമുക്കിതിവിടെ മൂടി വയ്ക്കാം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മളതെടുത്ത് നോക്കുക. കണ്ടോ, നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് അത്. ഇനി നമുക്കിതിനൊരു 4 ഉരുളയാക്കിയിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ചപ്പാത്തി പലകയിൽ പൊടി കുറച്ച് നന്നായിട്ട് തന്നെ പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ പരത്തിയെടുക്കാം കേട്ടോ. ഇതിന് പരത്തിയെടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് എന്താ പറയുക, പൊടി കുറവാകുമ്പോൾ പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കുറച്ച് നന്നായിട്ട് തന്നെ പൊടി ഇട്ടിട്ട് പരത്താം. അത് കഴിഞ്ഞിട്ട് നമ്മളിതിനെ ഓരോ റൗണ്ടായിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇതൊക്കെ പരത്തി മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ ഫില്ലിങ് ചേർത്തിട്ട് നമ്മളിതിനെ ഒന്ന് ചുരുട്ടിയെടുക്കണം. നോക്കട്ടെ എങ്ങനെയാണ് പറ്റുമെന്നുള്ളത്. ഇതിലേക്ക് ഇതിൻ്റെ നടുക്കിലേക്ക് ഈ മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ചെറുതായി മടക്കിയെടുക്കണേ. നമ്മൾ പരത്തിയത് കുറച്ചൊരു കനം കൂടിയിട്ടുണ്ട് തോന്നുന്നു, നോക്കാം. അല്ലെങ്കിൽ പിന്നെ ഇതിനെന്ത് ചെയ്യണം അന്നേരം, ഇങ്ങനെ മടക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളിതിനെ ഒന്നായിട്ട് കൂട്ടിയിട്ട് ഇങ്ങനെ കൈവച്ചിങ്ങനെ ഈ 5 വിരലും വെച്ച് ഇങ്ങനെ അമർത്തിയാൽ ഏകദേശം ആ ഒരു ഷേപ്പിൽ നമുക്കിത് കിട്ടും.
അപ്പോൾ ഏകദേശം നമ്മളെല്ലാം ഒരുമാതിരിയൊക്കെ ഒപ്പിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു അപ്പച്ചട്ടിയിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം കേട്ടോ. ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇതിനെ വെച്ച് കൊടുക്കാം. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ആ തട്ടിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കണേ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് പിടിക്കണ്ട. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ വല്ല ഇലയോ അങ്ങനെയൊക്കെ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ നമ്മളെ മോമോസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങൾ കഴിച്ചപ്പോൾ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുറച്ചൊരു ഷേപ്പിലൊക്കെ വ്യത്യാസം വന്നതേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.